ഗസ ഒഴിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റ് സംഘർഷം ആളിക്കത്തിക്കുമോ? ട്രംപിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്ക് പിന്നാലെ ലോകം മുഴുവൻ പ്രതിഷേധം നിറയുന്നുണ്ട്. ഇപ്പോഴിതാ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇറാനിലെത്തി പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തൽ. 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് ഹമാസ് നേതാക്കൾ ഇറാനിലെത്തിയത്. ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ, മുഹമ്മദ് ഡാർവിഷ്, നിസാർ ഔദുള്ള എന്നിവരാണ് ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇറാന്റെ തുടർച്ചയായ പിന്തുണയ്ക്ക് ഹമാസ് നേതാക്കൾ നന്ദി പറഞ്ഞു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിലവിലെ സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ടും ഹമാസ് നേതാക്കൾ ഖമേനിക്ക് നൽകി. നിങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തെ പരാജയപ്പെടുത്തിയെന്നും അത് അമേരിക്കയുടെ പരാജയമാണെന്നും ഹമാസ് നേതാക്കളോട് ഖമേനി പറഞ്ഞു. ഇറാനെതിരായ യുഎസിന്റെ ഭീഷണികൾ രാജ്യത്തെ ബാധിച്ചിട്ടേയില്ലെന്ന് ഖമേനി വ്യക്തമാക്കി. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന ട്രംപിന്റെ വിവാദ പ്രസ്താവന ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയെയല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. മുമ്പും പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിപ്പിക്കാനാവില്ല, ഒപ്പം പലസ്തീനികളെയും പുറത്താക്കാൻ കഴിയില്ല. പലസ്തീനികൾക്ക് പകരം ഇസ്രായേലികളെ പുറത്താക്കാൻ ശ്രമിക്കൂ, അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് 2 പക്ഷികളെ അവർക്ക് കൊല്ലാനാവും. ഗ്രീൻലാൻഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനോടൊപ്പം ഇസ്രായേലികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാം. അത് അവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കുമെന്നാണ് ഇറാൻ പരിഹസിച്ചത്. അതിനിടെ ജന്മനാട്ടിൽ ജീവിക്കാനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം ചോദ്യം ചെയ്യാൻ ട്രംപിന് എന്ത് അധികാരമെന്നാണ് പലസ്തീൻ ജനത ചോദിക്കുന്നത്. അതിജീവനത്തിനായി പ്രതിരോധമല്ലാതെ മറ്റൊരു മാർഗവും ഗസയിലെ ജനങ്ങൾക്കില്ലെന്നും അവർ പറയുന്നു. അതിനിടെ ഹമാസിന്റെ തടവറയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ ബന്ധുക്കൾ ആശങ്കയിലാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കം ബന്ദിമോചനത്തെ തകിടം മറിക്കുമോ എന്ന ആശങ്കയിലാണിവർ. ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പുറത്താക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശം മേഖലയിലെ സംഘർഷത്തെ സങ്കീർണമാക്കുമെന്നും ബന്ദിമോചനം വൈകാൻ ഇടയാക്കുമെന്നുമാണ് ബന്ധുക്കൾ ഭയപ്പെടുന്നത്. ട്രംപിന്റെ പദ്ധതി ബന്ദി കൈമാറ്റത്തിൽ നിന്ന് പിന്മാറാൻ ഹമാസിന് പ്രേരണയാകുമോ എന്ന ഭയം ബന്ദികൾ ഒരാളുടെ പിതാവ് മിഡിൽ ഈസ്റ്റ് ഐയോട് പങ്കുവയ്ക്കുകയും ചെയ്തു.